അനഘ, ഈ മകരവിളക്കിന് ശേഷവും ശബരിമലയിൽ ഇങ്ങനെ ഭക്തജന തിരക്ക് തുടരുകയാണ്. അതായത് അയ്യനെ കാണാൻ ഒഴുകി എത്തുകയാണ് ഈ ഭക്തജനങ്ങൾ. അതായത് ഈ ജനുവരി 19 വരെയാണ് നമുക്കറിയാവുന്നതുപോലെ ഭക്തർക്ക് ദർശനമുള്ളത്. അനഘ, ജനുവരി 20 രാവിലെ പന്തളം കൊട്ടാരം രാജപ്രതിനിധി ദർശനം നടത്തുന്നതോടെ ഈ നട അടയ്ക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ആരോട് ചോദിക്കാം? മിഥുനോട് തന്നെ ചോദിക്കാം. മിഥുൻ, അയ്യപ്പോ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ എന്താണ് അവസ്ഥ? ഭക്തജന തിരക്ക് ഇന്നും എങ്ങനെ തുടരുന്നു? ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ സജ്ജീകരണങ്ങളായിരിക്കും അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ അനഘ? അശ്വതി, സ്വാമി ശരണം. ഗുഡ് മോർണിംഗ്. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷവും വലിയ തിരക്ക്, മകരവിളക്ക് നാളിന് ശേഷവും തിരക്ക് തന്നെയാണ് സന്നിധാനത്ത്. രാവിലെ തന്നെ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ നിറഞ്ഞിട്ടുണ്ട്. അയൽ സംസ്ഥാന ഭക്തരുടെയും വലിയ തിരക്ക് സന്നിധാനത്തുണ്ട്. മകരമണ്ഡലവിളക്ക് തീർത്ഥാടന നാളുകളിൽ എങ്ങനെയായിരുന്നു സന്നിധാനമുള്ളത്, അതുപോലെ തന്നെയാണ് മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങളിലും സന്നിധാനത്തെ ഭക്തജന തിരക്ക്. 19-ാം തീയതി വരെ ഭക്തർക്ക് ദർശനം, 18-ാം തീയതി വരെ നെയ്യഭിഷേകത്തിനുള്ള അവസരം, 20-ാം തീയതി പന്തളം കൊട്ടാരം രാജപ്രതിനിധി ആചാരപരമായി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇത്രയും ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടയടയ്ക്കും. എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകൾ തന്നെയാണ് ഈ ദിവസങ്ങളിലും സന്നിധാനത്തുള്ളത്. സന്നിധാനം മകരവിളക്കിന് ശേഷമുള്ള മകരവിളക്കോടുകൂടി ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലാണ് ഇപ്പോൾ ഉള്ളത്. 5 ദിവസം കളമെഴുത്തും പാട്ടുണ്ട്, 5 ദിവസം എഴുന്നള്ളത്തുണ്ട്, 5 ദിവസം ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് സന്നിധാനം പോകുന്നത്. 19-ാം തീയതി രാത്രി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള മാളികപ്പുറത്ത് ഗുരുതിയും നടക്കും. ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെ മകരവിളക്ക് മഹോത്സവം തുടർന്നു പോകുകയാണ്. മകരവിളക്കിന് ശേഷമുള്ള പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുകയാണ്. എല്ലാ ദിവസവും മകരം 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും നടക്കും. അയ്യപ്പസ്വാമിയുടെ ജീവസമാധി കുടികൊള്ളുന്ന ഇടമെന്ന് വിശ്വസിക്കുന്ന സന്നിധാനത്തെ ഏറ്റവും വിശിഷ്ടമായ ഇടമാണ് മണിമണ്ഡപം. ഈ മണിമണ്ഡപത്തിലാണ് 5 ദിവസം കളമെഴുത്തും പാട്ടും നടക്കുന്നത്. കളമെഴുത്തും പാട്ടും പിന്നീട് കളമെഴുത്തും പാട്ടിനും ശേഷം എഴുന്നള്ളത്തുണ്ട്. തിരുവാഭരണത്തിൽ പേടകത്തിൽ കൊണ്ടുവരുന്ന, പന്തളത്തു നിന്നും കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണ പേടകത്തിലുള്ള വീരയോദ്ധാവിൻ്റെ കൊമ്പമീശയുള്ള യോദ്ധാവായിട്ടുള്ള ഭഗവാന്റെ തിരുമുഖമാണ് ഈ 5 ദിവസങ്ങളിലും എഴുന്നള്ളിക്കുന്നത്. ആദ്യത്തെ 4 ദിവസം 18-ാം പടിയിലേക്കും 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കുമാണ് എഴുന്നള്ളിക്കുന്നത്. 5 ദിവസം ഇങ്ങനെ എഴുന്നള്ളി ഈ തിരുവാഭരണ പേടകത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കൊടികൾ അകമ്പടി സേവിച്ചുകൊണ്ട് 18-ാം പടിയിലേക്ക് എഴുന്നള്ളത്ത് നടന്ന് 18-ാം പടിക്ക് താഴെ എത്തി നായാട്ട് വിളി നടക്കും. ഇങ്ങനെ നായാട്ട് വിളി നടക്കുമ്പോൾ അത് അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെ ഭഗവാൻ തിരിച്ചു വിളിക്കുന്നതിൻ്റെ സൂചനയായിട്ട് 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കാണ് ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. അങ്ങനെ 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കും ആദ്യ 4 ദിവസങ്ങളിൽ 18-ാം പടിക്ക് താഴേക്കും നടക്കുന്നു. അവിടെ എത്തി നായാട്ടിവിളി നടക്കുകയാണ്. 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് നായാട്ടുവിളി നടന്ന് തിരികെ എത്തുമ്പോൾ അയ്യപ്പൻ സ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും ഈ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ 5-ാമത്തെ ദിവസം വാദ്യമേളങ്ങളുടെ ഒന്നും അകമ്പടി ഇല്ലാതെയാണ് തിരികെ സന്നിധാനത്തേക്ക് മണിമണ്ഡപത്തിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്തുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം അയ്യപ്പസ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും മകരവിളക്ക് മഹോത്സവ വേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോകുമെന്നും ഇവരെ അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നുമാണ് വിശ്വാസം. ഇതിനായാണ് നായാട്ടുവിളി സംഘം 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് പോവുകയും ചെയ്തത്. 19-ാം തീയതി രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കും. പ്രധാനപ്പെട്ട ചടങ്ങാണ്. 20-ാം തീയതി പന്തളം കൊട്ടാരം രാജപ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ദർശനം നടത്തും. പന്തളം രാജാവിന് ഭഗവാൻ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. വർഷത്തിലൊരിക്കൽ തിരുവാഭരണ വിഭൂഷിതരായി യോദ്ധാവിൻ്റെ പോലെ താൻ ആകാം എന്നുള്ള ആ ഒരു വാഗ്ദാനം തൻ്റെ മകനെ ഒരു രാജകുമാരനായി കാണാൻ ആഗ്രഹിച്ച വളർത്തച്ഛന് ഭഗവാൻ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം, അത് പാലിക്കപ്പെടുന്നതും കൂടിയാണ് ഈ ദിവസങ്ങളിൽ മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങളിലെ ആചാരക്രമങ്ങളും പന്തളം കൊട്ടാരം രാജപ്രതിനിധിയുടെ 20-ാം തീയതിയിലെ നടയടയ്ക്കുന്നതിന് മുൻപായുള്ള ശബരിമല ദർശനവും എല്ലാം വിശ്വാസവും പാരമ്പര്യവും ആചാര സവിശേഷതകളും എല്ലാം നിറയുന്ന വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളാണ് മകരവിളക്കിന് ശേഷമുള്ള ഈ 5 ദിവസങ്ങളിൽ സന്നിധാനത്ത് നടക്കുന്നത്. എന്തായാലും വിശിഷ്ടമായിട്ടുള്ള അതീവ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെ സന്നിധാനം മകരവിളക്കിന് ശേഷമുള്ള 5 ദിവസങ്ങളിൽ കടന്നു പോകുന്നു. ഉത്തരായനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല നാളുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ആ നല്ല നാളുകൾ ഈ ശബരിമലയിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ ദിവസങ്ങളിലും തിരക്കിന് മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും കാണുന്ന കാഴ്ച. സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടത് മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ എങ്ങനെയാണോ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടത് ആ
രീതിയിൽ തന്നെ വനവാസിയായ അയ്യപ്പനെ യോദ്ധാവായി കാണാൻ ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് മകരവിളക്കിന് ശേഷം കാണാൻ സാധിക്കുന്നത്. മിഥുൻ ഒരു ക്ഷമാപണം കൂടി നടത്തുകയാണ്. ഞാൻ ഈ തൃശ്ശൂരിന്റെ ആവേശത്തിൽ മിഥുൻ അയ്യപ്പനെ ഇവിടെ വെച്ച് കണ്ടിരുന്നു. അതിന്റെ ആവേശത്തിലാണ് ഞാൻ മിഥുൻ അയ്യപ്പോ എന്ന് വിളിച്ചത്. മിഥുൻ മുരളിയാണ് പ്രേക്ഷകരെ ശബരിമലയിൽ നിന്നും ഇങ്ങനെ നിരന്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഓരോ അപ്ഡേറ്റും കൃത്യമായാണ് മിഥുൻ മുരളി ശബരിമലയിൽ നിന്നും എത്തിക്കുന്നത്.